സാറിന് ചിലപ്പോ പേഴ്സണലി ഒരു ദേവത ഉണ്ടാവും, ആ ആളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാറിന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികൾക്ക് ഉണ്ടാവില്ലേ എന്നാണ്. അല്ല, അത് നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടതാ. നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു മനുഷ്യന് ഓരോ നക്ഷത്രം ഉണ്ടാവും. അത് ഇന്ന ഗണം, അതായത് മനുഷ്യഗണം, അസുരഗണം, ദേവഗണം. അപ്പൊ ഈ ഗണത്തിൽ ഓരോ നക്ഷത്രത്തിൽ ഓരോ ജന്മദശകൾ ഉണ്ടാവും. ആ ദശയിൽ ബന്ധപ്പെട്ട ഓരോ ദൈവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ മരത്ത് മനസ്സിലായി. ഇപ്പൊ ചൊവ്വാദശയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ആ ദശയിൽപ്പെട്ടാണ് സുബ്രഹ്മണ്യനും ഭഗവതിയൊക്കെ എൻ്റെ അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പം പിന്നെ വ്യാഴദശയിൽ ജനിക്കുന്നത് നക്ഷത്രങ്ങളുണ്ട്. അവർ ഗുരുവായൂരപ്പനും വിഷ്ണുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പൊ അങ്ങനെയാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ ദൈവങ്ങളുണ്ടാവും. കാരണം ഇവരെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ കൊണ്ടുപോകുന്ന ക്ഷേത്രം, ഇവരെ ദേശക്ഷേത്രം, ഇവർ തൊഴുതിയിരുന്ന ക്ഷേത്രം, ഇതൊക്കെ വല്ല അറ്റാച്ച്മെന്റ് ആണ്. ചെറിയ കുഞ്ഞുനാളിലെ ഇവർ പോയിരുന്ന ആ ക്ഷേത്രങ്ങൾക്ക് ബന്ധം ഉണ്ടാവും. അതാണ് ഇതിന്റെ സത്യം. അപ്പോൾ ഇതുപോലെ സാറ് പറഞ്ഞ പോലെ ഓരോ സമയത്തുള്ള ആളുകൾക്ക് ഓരോ ദേവതകൾ അവര് ഉപാസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ കാര്യസിദ്ധിയൊക്കെ ഉണ്ടാവും, അവർക്കൊരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും എന്ന് പറയാറില്ലേ? അപ്പൊ ഓരോരുത്തർക്കും അതൊരു ജാതകവശാലുള്ള ആ ഒരു പ്രത്യേകതകൾ ഒരു ജ്യോതിഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? പറയാൻ പറ്റും. പക്ഷെ പറയുന്നതിനേക്കാൾ അങ്ങേപ്പുറത്ത് ഇവരെ അറ്റാച്ച്മെന്റ് ആണ്. ഇവർക്ക് തന്നെ അറിയാം ഇന്ന സ്ഥലത്ത് പോയാൽ. അതായത് ഇപ്പോൾ എൻ്റെ ഒരു സ്നേഹിതണ്ട്, അയാൾക്ക് ദുബായിലാണ്. അയാള് ഇഷ്ടപ്പെട്ട ആ ദേവതേൻ്റെ ആ ഉത്സവം വരുമ്പോൾ അയാൾ ഇവിടെ എത്തുന്നുണ്ട്. എങ്ങനെങ്കിലും ഇവിടെ എത്തും. അയാൾക്ക് വന്നില്ലെങ്കിൽ അയാൾ പറയുന്നോട് ഉറക്കം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പം ആ സമയം അയാൾ നോക്കിയിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പം അതൊരു മാനസികമായിട്ടുള്ളൊരു അട്രാക്ഷനാണ് ആ ദേവതയോടുള്ളൊരു സംഭവം. അതേമാതിരി ആ ദേവതയ്ക്ക് ഇങ്ങോട്ടുണ്ടാവും. ഇയാൾ എല്ലാ പ്രശ്നങ്ങളും റെഡിയായി കൊടുക്കും. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞ സംഭവമാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.